അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഡിനോസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ദിവസമായില്ലേ. അപ്പോൾ അനിയത്തിയാണ് അധിക ദിവസം വീഡിയോ ഇടൽ, ഞാനല്ല. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ ന്യൂ ഇയറും അതുപോലെ എന്താണ് ക്രിസ്മസൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഈ ഡിസംബറിൽ നമ്മളെല്ലാവരും കൂടെ ഊട്ടിയിൽ പോയിട്ട്, അപ്പോൾ എൻ്റെ ഫാമിലി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഊട്ടിയിലൊക്കെ ഒന്ന് പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് ദിവസമായി ഞാനിങ്ങനെ എല്ലാം റെഡിയാക്കി കൊണ്ടുവരൽ തുടങ്ങിയിട്ടൊക്കെ ആകെ കൂടി കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവന്നൊക്കെ ഇപ്പോൾ ശരിയായിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിലെല്ലാവരും കൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കി നമ്മൾ വീഡിയോ എങ്ങനെയുള്ളത്. ഇതിലൊരുപാട് പറയാനും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കണ്ടതും അവിടെ കണ്ടതും കാഴ്ചകളും ഒക്കെ തന്നെയുള്ളത്. പിന്നെ അവിടെ ക്ലൈമറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയപ്പോൾ അധികം തണുപ്പൊന്നുമില്ലായിരുന്നു. നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു തണുപ്പുള്ളായിരുന്നു. പിറ്റേന്ന് ഞങ്ങൾ വീട്ടിലെത്തി പിറ്റേന്ന് നല്ല -ഡിഗ്രിയാണ് അവിടെ എന്നുള്ള പറയണത് കേട്ടത്. നല്ല തണുപ്പായിരുന്നു പറഞ്ഞു. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞങ്ങളൊന്നും ബുദ്ധിമുട്ടില്ലാതെ വീട്ടിലേക്ക് എത്തി പറ്റിട്ടോ. വിചാരിച്ചിരുന്നു മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ. അത്രത്തോളം തണുപ്പ് ടൈമാണല്ലോ ഇപ്പോൾ ഡിസംബറൊക്കെ. അപ്പോൾ ആ ഒരു കുഴപ്പങ്ങളൊന്നും ആർക്കും ഉണ്ടായില്ല. അൽഹംദുലില്ലാ എല്ലാവരും നല്ല രീതിയിൽ തന്നെ വീട്ടിലേക്ക് പോയപ്പോൾ തന്നെ തിരിച്ചെത്തി. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ മോള് കേട്ടോ. ഇത് എവിടെ നിന്നാണ് ഈ ഡാൻസൊക്കെ പഠിച്ചെടുത്തതെന്ന് എനിക്കറിയില്ല. ഓരോ സ്റ്റെപ്പുകളും നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നുണ്ട് ഷോർട്സൊക്കെ കണ്ടിട്ട് ഇതൊക്കെ മനസ്സിലുണ്ട്. പാട്ട് കേട്ടപ്പോഴല്ലേ ഇവളെ കലകളൊക്കെ പുറത്തിറങ്ങിയത്. പിന്നെ രാത്രി ഞങ്ങൾ പോണ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി 2:30 മണിക്കാണ് ഞങ്ങൾ പോണത് കേട്ടോ. ഇതിനൊക്കെ 2:30, 3, 3:30 ആയിക്കാണ് ഞാൻ മടിയിൽ പിടിച്ചിരുത്തിയാണ് കിടത്തിറക്കിയേക്കാണ് വണ്ടിയിൽ നിന്ന്. പാട്ട് കേട്ടിട്ട് പിന്നെ ഒരു രക്ഷയില്ല. ഡാൻസ് കൊണ്ട് ഡാൻസ് ചെയ്യുന്നു. അതെല്ലാം ചീത്തയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് മടിയിലൊന്ന് ഒന്ന് കിടന്നുറങ്ങിയത്. അല്ലെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാവും, തലവേദനയും ഛർദിയൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ട് പിടിച്ച് വെച്ച് കിടത്തി ഉറക്കിയതാണ്. അപ്പോൾ ഇവനെ കൊണന്ന് കിടക്കുകയാണ്, അശുമാനെ കൊണന്ന് കിടക്കുകയാണ്. മക്കളൊക്കെ ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല പോണ ആവേശത്തോടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കി. എൻ്റെ ഫാമിലിയാണ്, എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കി കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഞങ്ങൾ പോകുന്ന തലേന്ന് എല്ലാവരും റെഡി ആയിട്ട് പിന്നെ എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ അടുക്കളയിൽ നല്ല മന്തിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. മന്തിക്ക് ചോറ് തിളപ്പിക്കാനുള്ള അരി തിളപ്പിക്കാനുള്ള വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാ ലച്ചൊക്കെ നല്ല ആവേശത്തിലാണ് കേട്ടോ. എല്ലാവരും സമയം ഇങ്ങനെ ആവാഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാ മോന് നേരെ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ വന്നിട്ട് നല്ല ചോറൊക്കെ വയ്ക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെയുള്ള ബിരിയാണിയൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അന്ന് കഴിച്ചു. പിന്നെ പോയപ്പോൾ പിറ്റേന്നൊക്കെയുള്ള പോയപ്പോൾ ഞങ്ങൾ മന്തിയൊക്കെയാണ് കൊണ്ടുപോയത്. പിന്നെ രാവിലേക്ക് ഞങ്ങൾ ഇതുപോലെ പത്തിരിയും കറിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വഴി കാണാൻ എല്ലാം ഉണ്ട് ഇതിൽ. പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം കൂടെ ഉൾപ്പെടുത്തുമ്പോഴേക്കും നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോയി. അപ്പം ഞാൻ അതും കൂടെ ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. മക്കളൊക്കെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ കുളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ എങ്ങോട്ടാ നമ്മള് പോണത് പറഞ്ഞിടത്തനി? ആ അപ്പൊ ഇതാ ചോറിനുള്ള മന്തി കൊണ്ടുള്ള അരിയൊക്കെ എല്ലാവരും തിളപ്പിച്ചത്. പിന്നെ അപ്പൊ നമ്മള് ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേനോട് ഫുഡ് കഴിക്കും. അതിനുശേഷം അവിടുന്ന് നല്ല വൈബില് ഫോറസ്റ്റ് ആണ്. ആണോ എനിക്കറിയില്ല, അവളോട് ചോദിച്ചത്. ജീപ്പ് സവാരി ഉണ്ടാവും. അതിനർത്ഥം എല്ലാരും വീഡിയോ എടുക്കൂട്ടോ. അപ്പോൾ ഇതാ ഷാനി ഇവിടെ നല്ല ചിക്കനൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മന്തിയൊക്കെ റെഡിയാക്കുന്ന ഡ്യൂട്ടി നോക്കണം കേട്ടോ, ഞാനല്ല. അപ്പോൾ ഇതാ ചിക്കനൊക്കെ കളറൊക്കെ കൂട്ടി
ഒക്കെ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പം ഞങ്ങൾ 2:30 ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ എത്തിയപ്പോൾ ഒരു 5 മണി 5:15 ആയപ്പോഴേക്കും ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ നേരം വെള്ളമോടി വരുന്നേ ഉള്ളൂ. കാട്ടിലെ മൃഗങ്ങളൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വെളിച്ചം വെക്കുന്ന ഒരു മങ്ങിയ നിറത്തിലേ കാണുള്ളൂ ചില ഭാഗത്തൊക്കെ. ഞങ്ങൾ ഫസ്റ്റ് ആനനെ കണ്ട സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ അത്രത്തോളം മഞ്ഞൊക്കെ മൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തണുപ്പൊന്നും അത്രത്തോളം ഒന്നുമില്ല, എന്നാലും മഞ്ഞ് മൂടിയതുകൊണ്ട് തന്നെ നേരെ പുലരുന്ന നേരം ആവുന്നതുകൊണ്ട് പിന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആനനൊക്കെ ചില ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല മഞ്ഞ് മൂടി നേരത്തെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ചില ഭാഗത്തൊക്കെ കാണുള്ളായിരുന്നു. അപ്പോൾ ഇതാ മോളൂസ് നല്ല ആട്ടം കളിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് പാട്ട് നല്ലോണം ഇട്ടതുണ്ട്. അപ്പോൾ പാട്ട് വോളിയം കുറച്ച് വെച്ചതാണ് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ ഇവിടെയൊക്കെ നല്ല അടിപൊളി പാട്ടുകളാണ്, മക്കളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു കാണാൻ പാടില്ല, കാണാതെ മേശമേക്കാറ് നമ്മുടെ പോലീസുകാരെ പറ്റിയതാണ്. അതിന് 5-10 കൊടുത്ത് നമ്മൾ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിലും ഓല് വിടും, പൈസ കിട്ടിയാൽ മതി. ഇവിടെ കണ്ട നിങ്ങൾ നല്ല മഞ്ഞ് മൂടി നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ ഈ ഒരു സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടിട്ട് മസനഗുഡി വഴിയിട്ടിട്ട് ഞങ്ങൾ ഈ സമയത്തൊക്കെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എത്താറായിട്ടേ ഉള്ളൂ, എന്നാലും കുറച്ചും കൂടിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ സമയത്താണ് ഞങ്ങളിങ്ങനെ എത്തിക്കുന്നത്. ഈ സമയത്തൊക്കെ കണ്ടോ, പുറത്തൊക്കെ കണ്ടോ നല്ല മഞ്ഞ് മൂടി, മുന്നിലേക്ക് നോക്കുമ്പോൾ നല്ല പുക മൂടി നിൽക്കുന്നുണ്ട്, കണ്ടില്ല? അതുപോലെ ആയിരുന്നു ഞങ്ങൾ പോയ സമയത്ത്.
പിന്നെ കുറച്ചൊക്കെ നേരം വെള്ളമടി വന്നപ്പോഴേക്കും ഞങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് പിന്നെ ആ ഭാഗത്ത് ഇരുന്നിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിരുന്ന് കുറച്ചങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ആ ഏരിയ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിരുന്നു. പടമുണ്ടല്ലേ അതെ. ഒരു റൂഫർന്ന് പോവാണ്. എടുക്കുന്നുണ്ട്. ഇവിടെയാണ് ആന സഫാരി. ആനക്കുട്ടിയാ അവിടെ ആളുണ്ട്, അതിനെടുത്ത ആളൊക്കെ ഫുഡ് എടുത്തോളാം. അതിനൊക്കെ കാട്ടില്ല വളരെ. പാപ്പാനാണ്.
പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ല ഞങ്ങൾ. അപ്പോൾ അവിടെ നിൽച്ചിട്ട് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചപ്പോഴേക്കും ഞങ്ങൾ വണ്ടി വന്നപ്പോൾ ഗ്ലാസ് പൊക്കി വെക്കാൻ മറന്നതുകൊണ്ട് അതിലുള്ള ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം കഴുകന്മാർ വന്നിട്ട് ഫുള്ള് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലുണ്ടായിരുന്നു ഓരോന്ന്. എനിക്ക് കുറച്ച് അങ്ങോട്ട് ഞാൻ വീഡിയോ എടുക്കട്ടെ. നല്ല ഫോട്ടോ എടുക്കുക വേണ്ടിയാണ് ഞാൻ നല്ല ഫോട്ടോ എടുക്കട്ടെ അച്ഛനെ കൊണ്ട്. പിന്നെ പത്തിരി ചിക്കൻ കറി ഒക്കെ ഞങ്ങൾ കൊണ്ടുവന്നത് രാവിലത്തെ കഴിക്കട്ടോ. ചായ അതവിടെ എത്തിയപ്പോത്തിന് അവിടെ മാന്തൂട്ടോ. അതിനിതാക്കലിട്ട് അതിൽ പൊയ്ക്കോളും. മൈൻഡ് ചെയ്യണ്ട അതിൽ പൊയ്ക്കോട്ടെ. എമ്മേ ഒരു തീറ്റിട്ട് വരുമല്ലേ. അതൊരു പേടിയില്ലാത്ത സാധനങ്ങളാണ് വെച്ചാൽ. ആ പാത്രം കണ്ട പിന്നാലെ വരുമോ അമ്മ? ആ വീട് എടുക്കണ്ട. വീട് ഒരു ബാഗില്ല. വേറെ മാതിക്കൊണ്ടോ നല്ല ചാൻസില്ല. ആ ഫോണെങ്ങാനും നേരത്തേക്ക് മാതി ബോട്ട് ഹൗസ് കവർ ചെയ്യാം മകളെ.
ഹോട്ട്സ്പോട്ട് ആണെങ്കിൽ നെറ്റ് ഇല്ല. ആ നൊക്കൊരു കഴിച്ച മോള് വന്ന ചൂല് ചൂല് മേലെത്തുന്നു. പോരി പോരി നടക്കി. ഓ അല്ല വീഡിയോ ഉണ്ടാക്കാതെ പിടിച്ച് ഞങ്ങൾ ബോട്ട് ഹൗസിലേക്ക് കയറാൻ മരിക്കുന്നതാണ്. എൻ്റെ അപ്പച്ചി എന്താ പറഞ്ഞു മനസ്സേ ഇതാണ് മോനോടെ മോനോ വിളിച്ചിരുന്ന ഈ കോട്ട് സാധനം കറക്റ്റ് അല്ലേ? ഇതൊക്കെ വേറെ ഒന്നുണ്ട് ഡിക്കിന്റെ ഉള്ളിലാണ് ഉമ്മാൻ്റെ ഫോട്ടോ എടുക്കുക. അല്ല ഇത് ഫോട്ടോ ഇത് ചെറിയ എനിക്ക് ഷോർട്സ് கலசத்தெல்லாம் பாலிஷ் இல்லைன்னா அந்த கலசத்துக்குள்ள பெயிண்ட் எடுக்கணும். ஸ்ப்ரே பெயிண்ட்
ഇനി ഇവിടെ ചോക്ലേറ്റ് ഫാക്ടറി ആണ്. ഇവിടെ ഞാൻ കയറിയിട്ടില്ല, ഞാൻ കുറച്ച് ബാക്കിലായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോഴേക്കും എൻ്റെ ഒപ്പം ഉള്ളവരൊക്കെ കയറിപ്പോയി, അവരൊക്കെ ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ലൈനിൽ നിൽക്കുന്ന ഒരുപാട് അകലായിട്ട് ഒരുപാട് എന്താ പറയുക നീളത്തിലാണ് നിൽക്കുന്നത്. അപ്പം എനിക്കിതിൻ്റെ ഉള്ളിൽ കയറി പറ്റാൻ പറ്റിയില്ല, ഞാൻ കണ്ടില്ല. അപ്പം പോയവരൊക്കെ കണ്ടിട്ടുണ്ട്. അനിയത്തി രണ്ടനിയത്തികളും പോയിട്ടുണ്ട്, മക്കളും പോയിട്ടുണ്ട്, മോളടക്കം ഇതിലൊക്കെ കയറിയിട്ടുണ്ട്. ഞാനും എൻ്റെ മൂന്നാമത്തെ മോനും കൂടെ മാത്രമേ കയറാത്തുള്ളൂ. അതുപോലെ ഇനിയും ശരി അനിയത്തോട് വണ്ടിക്കുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കയറാനുണ്ട്, കുറച്ച് ഹൈറ്റിൽ മുകൾക്ക് കയറാനുണ്ട്. മലൻ്റെ മുകളിലല്ല, നമ്മൾ കാഞ്ഞു വരാൻ നമ്മൾ കയറിയിട്ടില്ല. അപ്പോൾ അവരുണ്ടായിരുന്നു വണ്ടിയിൽ. പിന്നെ ഞാൻ തിരിച്ചു പോയിട്ട് വണ്ടിയിൽ കയറിയിരുന്നു. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റില്ല. തേയില ഫാക്ടറി അതുപോലെ ചോക്ലേറ്റ് കൊണ്ടാക്കുന്നതാണ് ഇരിക്കുന്നത്. അത് പൂളല്ല, പൊട്ടാറ്റോ ചിപ്സ്. ഞങ്ങളും ഉണ്ടാവും കേട്ടോ. മോനുവാ ഈ കുട്ടി പോരും. ഓനെ കൊണ്ടേക്ക് ഓന് പൂതിയാണ് കൊണ്ടേക്ക്. പിന്നെ പർച്ചേസിങ്ങും കാര്യങ്ങളും തന്നെ കാര്യമായിട്ട് അതിനായിട്ട് ഓരോരോ ഭാഗങ്ങളുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങളുണ്ട് പർച്ചേസിങ്ങിനായിട്ടുള്ളത്. നല്ലൊരു അങ്ങാടിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാണുന്നതൊക്കെ എല്ലാവർക്കും മക്കൾക്ക് എല്ലാവർക്കും വേണം. അപ്പോൾ ഒരാൾക്ക് കിട്ടിയത് ഒരാൾക്ക് പിന്നെ വാശി പിടിക്കലും കരയലും ഓരോരോ കടൻ്റെ മുമ്പ് നനങ്ങാതിരിക്കലും അങ്ങനെയൊക്കെ ഓരോ കുട്ടികൾ മക്കളൊക്കെ ഓരോ വാശി പിടിക്കണം ആ കോലത്തിലൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ, നല്ലൊരു അടിപൊളി രസമായിരുന്നു. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും മക്കളോട് എണീറ്റ് പോരാതില്ല. ഇപ്പം ആലോചിക്കുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്. നല്ല തിരക്ക്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കാരണം തുടക്കത്തിലാണ്, പക്ഷെ ഇപ്പോഴൊക്കെ നല്ല തിരക്കുണ്ടാവും. ഈ സമയം തന്നെ നല്ല തിരക്കുള്ള സമയമാണ്, മക്കൾക്ക് ഒഴിവുള്ള സമയമൊക്കെ അല്ലേ. അപ്പോൾ നല്ല തിരക്കുള്ള ടൈം തന്നെയാണ് ഇപ്പോൾ കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു.
നടക്ക് ഓലപ്പം നടക്കും മനു. ഞാൻ നടക്കേക്ക് നടന്നോ സാധനങ്ങളും മാണ്ടതേക്ക് നടന്നാണ്. കുട്ടി വെക്ക് നോക്ക്. ഇതിൻ്റെ ഒരുപാട് വീഡിയോ അതൊക്കെ അവിടെ ഇവിടെയായിട്ടൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ചെയ്യണം. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും. പതിപ്പുണ്ടോ?